നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. പാചകവാതക വില വർധനവിൽ പ്രതിഷേധം. സംസ്ഥാനത്ത് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ₹1,00,000 MDMA-യുമായി മൊത്തവിതരണക്കാരൻ അറസ്റ്റിൽ. വർക്കല മടവൂർ സ്വദേശി തൻസീറാണ് ചടയമംഗലം എക്സൈസിന്റെ പിടിയിലായത്. 20 ഗ്രാം MDMA പിടികൂടി. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച ട്രെയിനുകൾക്ക് നിയന്ത്രണം. 3 ട്രെയിനുകൾ ആലപ്പുഴ വഴി തിരിച്ചുവിടും. കായംകുളത്ത് നടപ്പാലത്തിന്റെ ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ നടക്കുന്നതിനാലാണ് നിയന്ത്രണം. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി കൊല്ലത്ത് ഫ്ലെക്സ് ബോർഡുകൾ. ജനപക്ഷ നേതാവ് എന്ന പേരിലാണ് കൊല്ലത്ത് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ചകൾ ചൂടുപിടിക്കുന്നതിനിടെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. വിശദമായ വാർത്തകളിലേക്ക്. പാചകവാതക വില വർധനവിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. സംസ്ഥാനത്ത് ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ബേക്കറികളും ഉൾപ്പെടെ പ്രവർത്തിച്ചില്ല. പാചകവാതക വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാനത്തെ ഹോട്ടലുകൾ 24 മണിക്കൂർ അടച്ചിട്ട് പ്രതിഷേധിച്ചത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആഹ്വാനപ്രകാരമായിരുന്നു പ്രതിഷേധം. ഇതേ തുടർന്ന് സംസ്ഥാനത്ത് ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ബേക്കറികൾ, ക്യാൻറ്റീനുകൾ എന്നിവ അടഞ്ഞുകിടന്നു. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട സംസ്ഥാന വ്യാപകമായി പെട്രോളിയം കമ്പനികളുടെ ഓഫീസുകളിലേക്കും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കും പ്രതിഷേധ മാർച്ചും ധർണയും നടന്നു. അസോസിയേഷന്റെ ഭാഗമല്ലാത്ത ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും തുറന്ന് പ്രവർത്തിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെയാണ് എണ്ണ കമ്പനികൾ വാണിജ്യ പാചകവാതക സിലിണ്ടർ വില കുത്തനെ കൂട്ടിയത്. ഇതോടെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും പ്രതിസന്ധിയിലായി. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് LPG വിതരണത്തിലെ നിയന്ത്രണം മൂലം സംസ്ഥാനത്തെ ഒട്ടേറെ ഹോട്ടലുകൾ അടച്ചിട്ടിരുന്നു. ഇതിനിടെയാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വിലക്കയറ്റം. 19 കിലോ വരുന്ന വാണിജ്യ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ വാണിജ്യ സിലിണ്ടറുകൾക്ക് 4 മാസത്തിനിടെ 1444 രൂപയുടെ വർധനവുണ്ടായി. നിലവിൽ കൊച്ചിയിൽ സിലിണ്ടറിന് 3085 രൂപയും തിരുവനന്തപുരത്ത് 3106 രൂപയും കോഴിക്കോട് 3117 രൂപയുമാണ് വില. മാർച്ച് ആദ്യം ഏകദേശം 115 രൂപയും ഏപ്രിൽ 1-ന് 200 രൂപയും കൂട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് 993 രൂപയുടെ വർധനവുണ്ടായത്. സംസ്ഥാനത്ത് ഭൂരിപക്ഷം ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും അടഞ്ഞുകിടന്നു. കൊല്ലം ജില്ലയിലും ഹോട്ടലുകളുടെ പണിമുടക്ക് പൂർണ്ണമായിരുന്നു. ചവറയിൽ ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുന്ന കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. പാചകവാതക വില വർധനവിനെ തുടർന്ന് പുനലൂരിൽ ഹോട്ടലുകൾ അടച്ചിട്ടു. ബേക്കറികൾ ഉൾപ്പെടെ ഭൂരിപക്ഷം സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പാചകവാതകത്തിന്റെ അനിയന്ത്രിതമായ വില വർധനവിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാന വ്യാപകമായി ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി ഉടമകൾ പണിമുടക്കിയത്. പുനലൂരിലെ ഭൂരിഭാഗം ഭക്ഷണശാലകളും പണിമുടക്കിനെ തുടർന്ന് അടഞ്ഞുകിടന്നു. പാചകവാതക സിലിണ്ടറുകളുടെ വില കുത്തനെ കൂട്ടിയത് തൊഴിൽ മേഖലയെ തകർക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനാണ് സമരത്തിന് ആഹ്വാനം ചെയ്തത്. പുനലൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പ്രതിഷേധം ശക്തമായിരുന്നു. നഗരത്തിലെ പ്രധാന ഹോട്ടലുകളും ബേക്കറികളും പുലർച്ചെ മുതൽ തന്നെ അടഞ്ഞുകിടന്നു. അവശ്യ സേവനങ്ങൾ ഒഴികെയുള്ള എല്ലാ ഭക്ഷണശാലകളും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതോടെ നഗരത്തിലെത്തിയ യാത്രക്കാരും മറ്റും പ്രഭാത ഭക്ഷണത്തിനും ഉച്ചഭക്ഷണത്തിനും ഉൾപ്പെടെ ബുദ്ധിമുട്ടി. ഹോട്ടലുകൾ അടച്ചിട്ടതിന് പുറമെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള ഭക്ഷണ വിതരണവും പൂർണ്ണമായും നിർത്തിവെച്ചു. വരും ദിവസങ്ങളിൽ വില കുറയ്ക്കാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് ഹോട്ടൽ ഉടമകളുടെ തീരുമാനം. ഹോട്ടലുകൾ അടച്ചിട്ടതോടെ വിദ്യാർത്ഥികൾ, ദൂരസ്ഥലങ്ങളിൽ നിന്ന് ജോലിക്കെത്തിയവർ എന്നിവർ ഏറെ വലഞ്ഞു. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലെ ഹോട്ടലുകൾ കൂടി അടഞ്ഞതോടെ യാത്രക്കാരും ദുരിതത്തിലായി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ജലജന്യ രോഗങ്ങളെ ചെറുക്കാൻ മഴക്കാലപൂർവ്വ ശുചീകരണ പരിപാടികളുമായി പുനലൂർ നഗരസഭ. ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ യോഗം ഇത് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുത്തു. എല്ലാ വാർഡുകളിലും വാർഡ് സാനിറ്റൈസേഷൻ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാർഡ് തല ശുചീകരണ പരിപാടികൾ നടത്തുമെന്നും ചെയർപേഴ്സൺ MA രാജഗോപാൽ പറഞ്ഞു. ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് തടയുന്നതിനായി
പുനലൂർ നഗരസഭാ പ്രദേശത്ത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമെന്ന് ചെയർപേഴ്സൺ MA രാജഗോപാൽ ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ യോഗം ഇത് സംബന്ധിച്ച് തീരുമാനങ്ങളെടുത്തു. എല്ലാ വാർഡുകളിലും വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാർഡ് തല ശുചീകരണ പരിപാടികൾ നടത്തും. എല്ലാ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യും. മലിനജല സ്രോതസ്സുകൾ കണ്ടെത്തി ഒഴിവാക്കും. പൊതുസ്ഥലങ്ങളിലെ കാടുകൾ നഗരസഭ നീക്കം ചെയ്യും. സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ വളർന്നു നിൽക്കുന്ന കാടുകൾ വെട്ടിമാറ്റുന്നതിനും അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ച് നീക്കം ചെയ്യുന്നതിനും ഉടമസ്ഥർക്ക് നിർദ്ദേശം നൽകുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. നിർദ്ദേശങ്ങൾ പാലിക്കാത്ത പക്ഷം നഗരസഭ അവ നീക്കം ചെയ്യുന്നതും അതിനുള്ള ചെലവ് പിഴ സഹിതം ഉടമസ്ഥരിൽ നിന്ന് ഈടാക്കുകയും ചെയ്യും. നഗരത്തിലെ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരിക്കും. വരും ദിവസങ്ങളിൽ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും ചെയർപേഴ്സൺ MA രാജഗോപാൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. പവന് 1500 രൂപ വർദ്ധിച്ചു. ഇതോടെ പവന് വില 1,10,960 രൂപയായി. ഗ്രാമിന് 195 രൂപ വർദ്ധിച്ച് 13,870 രൂപയായി. 24 ക്യാരറ്റിന് പവന് 1,21,048 രൂപയും ഗ്രാമിന് 15,131 രൂപയും, 18 ക്യാരറ്റിന് പവന് 90,784 രൂപയും ഗ്രാമിന് 11,348 രൂപയുമാണ് വില. കഴിഞ്ഞ ദിവസം പവന് 320 രൂപ ഇടിഞ്ഞ് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒറ്റയടിക്ക് ഇരട്ടിയോളം വില കുതിച്ചുയർന്നത്. നിലവിലെ വിലയിൽ കേരളത്തിൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ 10% പണിക്കൂലിയും നികുതിയും ചേർത്ത് 1.5 ലക്ഷം രൂപയ്ക്കടുത്ത് നൽകേണ്ടി വരും. ഡിസൈൻ മാറുന്നതിനനുസരിച്ച് കേരളത്തിൽ 3 മുതൽ 30% വരെയാണ് പണിക്കൂലി ഈടാക്കുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. ഇതേ തുടർന്ന് എണ്ണവില കൂടുന്നതും കുറയുന്നതും സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട്. വിലയിലെ വർധനവ് ആഭരണപ്രിയർക്കും വിവാഹാവശ്യത്തിന് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവർക്കും ആശങ്കയുണ്ടാക്കുന്നതാണ്. വിവാഹ സീസണിലെ വിലവർധനയിൽ ആശങ്കയിലാണ് വ്യാപാരികൾ. എന്നാൽ സ്വർണത്തിൽ നിക്ഷേപം നടത്തിയവർക്ക് വിലവർധന നേട്ടമാണ് ഉണ്ടാക്കുന്നത്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. പിന്നീട് ഏറിയും കുറഞ്ഞും തുടർന്ന സ്വർണ്ണവില മാർച്ച് 23 1 ലക്ഷത്തിന് താഴേക്കും പതിച്ചു. 2025 ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. വെള്ളിക്ക് ഗ്രാമിന് 270 രൂപയും കിലോഗ്രാമിന് 2,70,000 രൂപയുമാണ് വില. ന്യൂസ് ഡെസ്ക്. 1 ലക്ഷം രൂപയുടെ MDMA-യുമായി മൊത്തവിതരണക്കാരൻ അറസ്റ്റിൽ. വർക്കല മടവൂർ സ്വദേശി തൻസീറാണ് ചടയമംഗലം എക്സൈസിന്റെ പിടിയിലായത്. 20 ഗ്രാം MDMA ആണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഉദ്യോഗസ്ഥർ മറ്റു ഡ്യൂട്ടികളാണെന്ന ധാരണയിൽ ലഹരിക്കടത്തിന് ശ്രമിച്ചയാളെയാണ് ചടയമംഗലം എക്സൈസ് സംഘം പിടികൂടിയത്. നിലമേൽ കൈത്തോട് ഭാഗങ്ങളിൽ MDMA ഉൾപ്പെടെയുള്ള ലഹരിമരുന്നുകളുടെ പ്രധാന മൊത്തവിതരണക്കാരനായ തിരുവനന്തപുരം വർക്കല മടവൂർ തൻസീർ മൻസിലിൽ തൻസീറാണ് ചടയമംഗലത്ത് എക്സൈസിന്റെ പിടിയിലായത്. റേഞ്ച് ഇൻസ്പെക്ടർ നന്ദു തേജസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. 20 ഗ്രാം MDMA ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. വിപണിയിൽ ഇതിന് 1 ലക്ഷം രൂപ വരുമെന്ന് എക്സൈസ് പറഞ്ഞു. ബംഗളൂരുവിൽ നിന്നും MDMA വൻതോതിൽ നാട്ടിലെത്തിച്ച് വിതരണം ചെയ്യുന്നതാണ് ഇയാളുടെ രീതി. നൈറ്റ് സർവീസ് ബസ്സുകളിലാണ് ഇയാൾ സാധാരണയായി ലഹരിമരുന്നുകൾ കടത്തുന്നത്. ഇത്തവണയും ലഹരിമരുന്ന് കടത്താൻ ഇയാൾ ബംഗളൂരുവിലേക്ക് പോയിട്ടുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു ചടയമംഗലം എക്സൈസിന്റെ പരിശോധന. ഇയാളെ റിമാൻഡ് ചെയ്തു. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് എക്സൈസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി കൊല്ലത്ത് ഫ്ലെക്സ് ബോർഡുകൾ. ജനപക്ഷ നേതാവ് എന്ന പേരിലാണ് കൊല്ലത്ത് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ചകൾ ചൂടുപിടിക്കുന്നതിനിടെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് കൊല്ലത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. ജനപക്ഷ നേതാവ്, പ്രവർത്തകരുടെ മനസ്സറിയുന്ന നേതാവ്, കേരളം നയിക്കട്ടെ എന്ന പേരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കൊല്ലത്ത് ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തിയത്. ചിന്നക്കടയിലാണ് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തിയിട്ടുള്ളത്. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസിൽ ഉയർന്നു കേൾക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് രമേശിനെ അനുകൂലിച്ച് കൊല്ലത്ത് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഭാര്യയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവാവിന് 10 വർഷം കഠിന തടവ്. ഇരവിപുരം വാളത്തുങ്കൽ സ്വദേശി ജയനാണ് 10 വർഷം തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. ഭാര്യയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഇരവിപുരം വാളത്തുങ്കൽ ഇല്ലം നഗർ 161 മങ്കരത്ത് കിഴക്കതിൽ ജയന് കോടതി 10 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷിച്ചത്. 2021 സംഭവം. ജയന്റെ ഭാര്യയോടുള്ള സംശയമാണ് അക്രമത്തിൽ കലാശിച്ചത്. ഭാര്യ ജോലി നോക്കുന്ന
കൂട്ടിക്കട അമ്മാച്ചൻ മുക്കിലെ ലോട്ടറി കടയിലെത്തി ആദ്യം മർദ്ദിച്ചു. പിന്നാലെ രാത്രിയോടുകൂടി റബ്ബറിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന ആസിഡ് കയ്യിൽ കരുതിയ ജയൻ വീട്ടിലെത്തി ഭാര്യയും സമീപത്തെ വീട്ടിലെ കുട്ടിയുടെയും ശരീരത്തിൽ ആസിഡ് ഒഴിച്ച ശേഷം കടന്നുകളയുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് ഒളിവിൽ പോയ ജയനെ ഇരവിപുരം പോലീസ് സ്റ്റേഷൻ SHO ആയിരുന്ന വിനോദ് കെ, SI അനീഷ് AP, ദീപു ശിവൻ, സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പിടികൂടിയത്. പിന്നീട് ജാമ്യത്തിലിറങ്ങി ഇയാൾ മുങ്ങി. വീണ്ടും വാറണ്ടായതോടെ കോട്ടയത്ത് നിന്ന് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് കോടതി ജാമ്യം നിഷേധിച്ചു. ജയിലിൽ തുടരുകയായിരുന്നു. ഈ കാലയളവിൽ തന്നെയാണ് കേസ് വിചാരണ നേരിട്ട് വിധിയായത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കർഷകന് സൂര്യാഘാതമേറ്റു. പുനലൂർ കോട്ടവട്ടം സ്വദേശി ഷാജിക്കാണ് സൂര്യാഘാതമേറ്റത്. സ്വന്തം പുരയിടത്തിൽ കൃഷിപ്പണികൾ ചെയ്യുമ്പോഴാണ് സൂര്യാഘാതമേറ്റത്. വെട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് കപ്പയ്ക്ക് തടമെടുത്ത് ഉടുപ്പിടാതെ അങ്ങനെ സംഭവിച്ചതാ. വീടിൻ്റെ അവിടെ റബ്ബർ മുറിച്ചായതുകൊണ്ട് നല്ല വെയിലുണ്ട്. അങ്ങനെ ഇപ്പൊ 2 ദിവസമായി. ഇത്രയും കുഴപ്പമില്ലായിരുന്നു. ചെറിയൊരു ചുമപ്പായിട്ടേ ഉള്ളായിരുന്നു. ഇപ്പം 2 ദിവസം കൊണ്ട് ഇപ്പം ഭയങ്കര ചുമപ്പും അടരുന്നില്ല. ഭയങ്കര വേദനയും ചൊറിച്ചിലും. കോട്ടവട്ടം തോട്ടത്തിൽ പടിഞ്ഞാറ്റതിൽ ഷാജിക്കാണ് പുരയിടത്തിൽ ചീനിക്ക് തടം വെട്ടുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സൂര്യാഘാതമേറ്റത്. ശരീരത്ത് ശക്തമായ ചൊറിച്ചിലും വേദനയും അനുഭവപ്പെട്ടു. പിന്നീട് കുമിളകളും ഉണ്ടായി. തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സൂര്യാഘാതമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഷാജിയുടെ നെഞ്ചിലും മുതുകത്തുമാണ് പൊള്ളലേറ്റിട്ടുള്ളത്. ടാപ്പിംഗ് തൊഴിലാളി കൂടിയായ ഷാജി ടാപ്പിംഗിന് ശേഷം രാവിലെ 10 മണി കഴിഞ്ഞാണ് ചീനിക്ക് തടം വെട്ടുന്ന ജോലിയിൽ ഏർപ്പെട്ടത്. എന്ന് പറഞ്ഞ് ഗുളിക മരുന്നൊക്കെ തന്നു. പിന്നെ വെള്ളം കുടിക്കണം. ഇല്ല കുറച്ച് ദിവസത്തേക്ക്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച ട്രെയിനുകൾക്ക് നിയന്ത്രണം. 3 ട്രെയിനുകൾ ആലപ്പുഴ വഴി തിരിച്ചുവിടും. കായംകുളത്ത് നടപ്പാലത്തിന്റെ ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ നടക്കുന്നതിനാലാണ് ട്രെയിനുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പുതിയ നടപ്പാലത്തിന്റെ ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലി നടക്കുന്നതിനാലാണ് വെള്ളിയാഴ്ച ട്രെയിൻ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. എറണാകുളത്തിനും കായംകുളത്തിനുമിടയിൽ കോട്ടയം വഴി സർവീസ് നടത്തേണ്ട 3 പ്രധാന ട്രെയിനുകൾ ആലപ്പുഴ വഴി തിരിച്ചുവിടും. മംഗളൂരുവിൽ നിന്നും പുറപ്പെടുന്ന 16-348 നമ്പർ മംഗളൂരു തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ്, രാമേശ്വരത്തു നിന്നും പുറപ്പെടുന്ന 16-344 നമ്പർ രാമേശ്വരം തിരുവനന്തപുരം അമൃത എക്സ്പ്രസ്, 16-350 നമ്പർ തിരുവനന്തപുരം നോർത്ത് രാജ്യറാണി എക്സ്പ്രസ് എന്നിവയാണ് ആലപ്പുഴ വഴി തിരിച്ചുവിടുന്നത്. തിരുവനന്തപുരം എക്സ്പ്രസിന് പിറവം റോഡിലെ സ്റ്റോപ്പ് ഒഴിവാക്കി. പകരം 3 ട്രെയിനുകൾക്കും എറണാകുളം ജംഗ്ഷൻ, സൗത്ത്, ആലപ്പുഴ, അമ്പലപ്പുഴ എന്നിവിടങ്ങളിൽ അധിക സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുണ്ട്. ഒരു ദിവസത്തേക്ക് മാത്രമാണ് ട്രെയിനുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. സംസ്ഥാനത്തിന് ആശ്വാസമായി വേനൽ മഴ ശക്തമാകുന്നു. അടുത്ത 4 ദിവസം ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തിന് ആശ്വാസമായി വേനൽ മഴ ശക്തമായേക്കും. 10 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും വെള്ളിയാഴ്ച ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും ശനിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്. പ്രധാന വാർത്തകൾ വീണ്ടും. പാചകവാതക വില വർധനവിൽ പ്രതിഷേധം. സംസ്ഥാനത്ത് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ₹1,00,000 MDMA-യുമായി മൊത്തവിതരണക്കാരൻ അറസ്റ്റിൽ. വർക്കല മടവൂർ സ്വദേശി തൻസീറാണ് ചടയമംഗലം എക്സൈസിന്റെ പിടിയിലായത്. 20 ഗ്രാം MDMA പിടികൂടി. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച ട്രെയിനുകൾക്ക് നിയന്ത്രണം. 3 ട്രെയിനുകൾ ആലപ്പുഴ വഴി തിരിച്ചുവിടും.
കായംകുളത്ത് നടപ്പാലത്തിന്റെ ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ നടക്കുന്നതിനാലാണ് നിയന്ത്രണം. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി കൊല്ലത്ത് ഫ്ലെക്സ് ബോർഡുകൾ. ജനപക്ഷ നേതാവ് എന്ന പേരിലാണ് കൊല്ലത്ത് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ചകൾ ചൂടുപിടിക്കുന്നതിനിടെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.